ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. എപ്പോഴും ഉണ്ടാക്കുന്ന കണക്ക് ചിക്കൻ റോളും ഉന്നക്കായും ഒക്കെ സ്റ്റോക്ക് ഉണ്ടായിന്. അപ്പോൾ അതുണ്ടാക്കുന്നു. കൂടെ തന്നെ നമ്മളെ കാടമുട്ടയില്ലേ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിന്. എല്ലാം പുഴുങ്ങിയിട്ട് തോടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഇത് പൊളിക്കാൻ തോട് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ വേവിച്ച് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തോല് കിട്ടും. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കാടമുട്ടകൾ ഇട്ട് കൊടുക്കുക, കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇതിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ ചൂടാകുന്ന സമയത്ത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഇതിന് കാടമുട്ട തന്നെ വേണമെന്നില്ല, നമ്മുടെ നോർമലായിട്ടുള്ള മുട്ട ഉണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി. ഇനി നമുക്കില്ലേ കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ, എൻ്റെ മോനിലും ഈ കുഞ്ഞുമുട്ട പറഞ്ഞിട്ട് കഴിക്കാൻ കുറച്ച് പണിയുണ്ടായാലും, അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ടിപ്പ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഒരു ഈർക്കിൽ, നമ്മളെ പച്ച ഈർക്കിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടൂത്ത് പിക്കായാലും മതി, ഞാൻ ഈർക്കിലുകൾ ഇതുപോലെ ലോലിപോപ്പ് കണക്കാക്കി കൊടുക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിങ്ങനെ കുത്തിയെടുത്തിട്ട് നല്ല കാണാൻ, അന്നേരം മക്കൾക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുത്തിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇറുക്കിൽ ഇവർക്ക് കൊടുക്കാം, ഒരാൾക്ക് കൊടുക്കാം, അങ്ങനെ വാശിക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട്. നിങ്ങൾക്ക് പ്ലേറ്റിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. മക്കളെല്ലാം കഴിക്കണമെങ്കിൽ കുറച്ച് വെറൈറ്റി ആക്കി ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ജ്യൂസായിട്ട് മാങ്ങ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പഴുത്ത മാങ്ങ ഒന്ന് എടുത്തിട്ട് നോർമലായിട്ട് നമ്മൾ പച്ചവെള്ളവും പാലിലൊന്നും അല്ലാതെ പച്ചവെള്ളത്തിൽ ജ്യൂസ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. ഓരോരോ വീഡിയോസിൻ്റെ അടിയിൽ കാണുന്നുണ്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ അഭിപ്രായം പറയുക. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയാം. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അതും സിമ്പിൾ ആൻഡ് ഈസി സ്നാക്സും റെസിപ്പീസും മാത്രമേ ചെയ്യാറുള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. ജ്യൂസെല്ലാം നേരത്തെ അടിച്ച് വെക്കും കേട്ടോ. ഞാൻ കുടിക്കാൻ ഞാൻ ഒരാളെ ഇല്ലെങ്കിലും ഒരു ജഗ്ഗ് നിറച്ചും ജ്യൂസ് വേണ്ടി വരും. കാരണം വെള്ളമല്ലാതെ ഇപ്പോൾ നോമ്പിന് വേറൊന്നും വേണ്ടല്ല. പിന്നെ ചിക്കൻ റോളും ഉന്നക്കായും ഫ്രിഡ്ജിലുണ്ടായിന്. ഇനി ലാസ്റ്റ് പീസാണ് കേട്ടോ. അതും കൂടി പൊരിച്ച് കഴിഞ്ഞു. ഇനി നാളത്തേക്കില്ല. ഇൻഷാ അല്ലാ അത് അവിടെ കഴിഞ്ഞുകൊണ്ട് സമാധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസും വ്ളോഗ്സായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.